എവരിവൺ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? എൻ്റെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ കിച്ചണിലേക്ക് പോവുകയാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഫിഷ് മജ്ബൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ മാത്രമേ ഉച്ചയാകുമ്പോഴത്തേക്ക് കഴിയുള്ളൂ. So once again, welcome back to my channel Tani Malayali, and it's your Nasriya Shafeek. അപ്പോൾ മീൻ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഒരു 1 ലാർജ് ഒനിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടൊമാറ്റോസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റും, പിന്നെ മീൻ ഒരു ഹാഫ് ആൻ അവർ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് സാധാരണ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന പോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു 2.5 കപ്പ് ബസ്മതി റൈസ് സോക്ക് ചെയ്ത് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് പോകാം. വളരെ എളുപ്പമാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മീൻ മജ്ബൂസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മീൻ ഫ്രൈ ചെയ്യാന്നുള്ളതാണ്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. സോ ഒലീവ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം നമ്മൾ നേരത്തെ മീൻ പൊരിച്ചിട്ടുള്ള എണ്ണയിൽ തന്നെയായിരുന്നു സോട്ട് ചെയ്തിരുന്നത്. ഒരു പാത്രം വെച്ചിട്ട് അതിൽ മീൻ പൊരിച്ചിട്ടുള്ള എണ്ണ വെച്ചിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഒരിക്കലും നോൺ സ്റ്റിക്കിൽ ഈ ഒരു സ്റ്റീലിൻ്റെ കയ്യിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. മരത്തിൻ്റെ കയ്യിലുണ്ട്, മുഴുവനായിട്ടുള്ള കുറേ യൂട്ടൻസിൽസിന് വേണ്ടിയിട്ട് നമുക്കുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ തൽക്കാലം അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പൗഡേഴ്സ് ഇടാം. ഒരുപാട് പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി, ഇത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ നോർമലി ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല. സാധാരണ നമ്മൾ ഇതുപോലെ മജ്ബൂസ് ഉണ്ടാക്കുന്ന സമയത്ത് മജ്ബൂസിൻ്റെ മസാല പൗഡർ ഉണ്ട്. അതുപോലെ തന്നെ ഫിഷ് മജ്ബൂസ് ആണെങ്കിൽ ഫിഷ് മസാല ചേർക്കാറുണ്ട്. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചേർക്കാറുണ്ട്. ഇത് അത്തരത്തിലുള്ള പൗഡേഴ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. സാധാരണ നമ്മളുടെ വീടുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഗരം മസാല ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പൗഡേഴ്സും കൂടെ ഇടാം. ബാങ്ക് കൊടുക്കുന്നില്ല, നമുക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. സാധാരണ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒന്നിനും ക്വാണ്ടിറ്റി പറയാത്തത് ഓരോരുത്തർക്ക് അവരവരുടെ എന്താ പറയുക ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക്. അപ്പോൾ 2.5 പാട്ടയ്ക്ക് ഏകദേശം ഞാൻ എടുത്തിട്ടുള്ള വെള്ളം 4 പാട്ട വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ബസ്മതി റൈസ് ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ച് വെള്ളം മതിയാവുന്നതാണ്. ഇല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി തന്നെ നമ്മൾ എടുക്കും. 2.5ക്ക് 5 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ നമുക്ക് അരിയിടാം.
തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇളക്കണമെങ്കിൽ ക്യാമറ ആരെങ്കിലും ഒരാളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. കാരണം ഞാൻ തന്നെയാണ് ക്യാമറ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സാധാരണ എൻ്റെ ബ്രദർ ഉണ്ടാവാറുണ്ട് ഹെൽപ്പിന്. ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊരിച്ച മീൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് നേരം ആ തീ സിമ്മിലിട്ടിട്ട് കുറച്ച് വേവിക്കും. അപ്പോൾ നമ്മുടെ ചോറും മീനും ഒക്കെ തന്നെ സെറ്റ് ആകും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അടിപൊളി ഫിഷ് മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മേളിൽ നമുക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്പ്രെഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഗരം മസാല കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ബിഫോർ ദാറ്റ് ഇതൊന്ന് ഇളക്കണ്ടേ. അപ്പൊ അതിന്റെ ഈ മീനൊക്കെ അടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മീനൊക്കെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഉഷാറാക്കിയെടുക്കാം. അപ്പൊ അത് ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. നല്ല അടിപൊളി മീനാണ്. അടിപൊളി ഫിഷ് മജ്ബൂസ് റെഡിയാണ്. നല്ല കട്ട തൈര് വിത്ത് ഒരു പുതിനയില അല്ലെങ്കിൽ എന്താ പറയാ പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചാലിച്ച് കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. മീൻ മജ്ബൂസ് ശരിക്കും പറഞ്ഞാൽ മീൻ ചോറ് നന്നായിട്ട് വെന്ത് വറ്റിയതിന് ശേഷം നമ്മൾ മീൻ അതിന്റെ മുകളിൽ ഇടുന്നുണ്ടല്ലോ. എന്നിട്ട് ആ ഒരു മീനിങ്ങനെ പൊരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു എണ്ണ ഊറിയിട്ടുണ്ടാവും. ആ എണ്ണയും കൂടെ അതിലേക്ക് തൂവി കഴിഞ്ഞ് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീനിന്റെ എല്ലാ സത്തും ഈ ചോറിലേക്ക് ഇറങ്ങും. നല്ല അടിപൊളി ഫിഷ് മജ്ബൂസ് ഇവിടെ റെഡിയാണ്. കാണുമ്പോൾ വായിൽ നിന്ന് വെള്ളം ഊറുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കഞ്ഞിയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു. സാധാരണ ഫ്രൈഡേയിൽ നമ്മൾ പൊതുവേ ഇതുപോലെയുള്ള ബിരിയാണിയോ മജ്ബൂസോ അല്ലെങ്കിൽ എന്താ കഫ്സയോ അങ്ങനെ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഫ്രൈഡേ അങ്ങനെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നുണ്ടാവും എന്ന് എനിക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ. പിന്നെ തീർച്ചയായിട്ടും മറക്കരുത്, നിങ്ങൾ ഫസ്റ്റ് വിസിറ്റർ ആണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശബ്ദമൊക്കെ അടഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല എനർജറ്റിക് ആയിട്ട് എനിക്ക് വീഡിയോയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. നല്ല പനിയുണ്ട്. അതുകൊണ്ട് ഇപ്പം കുറച്ച് കുറവുണ്ട്, എന്നാലും അതുകൊണ്ടാണ് കുറച്ച് എനർജി കുറവ് പോലെ തോന്നുന്നത്, ശബ്ദമൊക്കെ അടഞ്ഞ പോലെ. അപ്പൊ നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ വേറെ ഒരു പുതിയ റെസിപ്പി വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.